വൈകാതെ അങ്ങോട്ട് വരാം. മൈസൂരുവിലെ വീട്ടിൽ നിന്ന് അവസാനമായി യാത്ര പറഞ്ഞിറങ്ങുമ്പോഴും പ്രിയ ഗായിക എസ് ജാനകി ഒറ്റപ്പാലം സ്വദേശി സുജേഷിന് നൽകിയ വാക്കാണിത്. വെറുമൊരു ആരാധകനിൽ നിന്ന് ഒരു കുടുംബാംഗത്തെ പോലെ വളർന്ന ആ ആത്മബന്ധത്തിനാണ് ജാനകി അമ്മയുടെ വേർപാടോടെ ഇപ്പോൾ വിരാമമായിരിക്കുന്നത്. പൂനെയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ തോട്ടക്കര വിശ്വാസിൽ സുജേഷ് വയനാട്ടിൽ സ്വന്തമായി നടത്തുന്ന ആയുർവേദിക് റിസോർട്ടിലേക്ക് വരാമെന്നായിരുന്നു ജാനകിയമ്മയുടെ ഉറപ്പ്. 2 ആഴ്ച മുൻപാണ് സുജേഷ് മൈസൂരിലെത്തി ജാനകിയമ്മയെ അവസാനമായി കണ്ടത്. ഒരു ദിവസം അവിടെ ഒപ്പം ചിലവഴിച്ച ശേഷം മടങ്ങുമ്പോഴായിരുന്നു ആ വയനാട് സന്ദർശനത്തെക്കുറിച്ചുള്ള ഉറപ്പ് ലഭിച്ചത്. എന്നാൽ ആ വാക്കുകൾ ബാക്കിയാക്കിയാണ് ജാനകിയമ്മ വിട പറഞ്ഞത്. തുടക്കത്തിൽ കേവലം ഒരു ആരാധന മാത്രമായിരുന്ന ബന്ധം പിന്നീട് വലിയൊരു കുടുംബ സൗഹൃദമായി മാറുകയായിരുന്നു. സുജേഷിന് എസ് ജാനകി ശരിക്കും സ്വന്തം അമ്മയുടെ സ്ഥാനത്തായിരുന്നു. ഫോണിലും നേരിട്ടുമെല്ലാം അമ്മയെന്ന് മാത്രമാണ് സുജേഷ് അവരെ അഭിസംബോധന ചെയ്തിരുന്നത്. ജീവിതത്തിലെ വ്യക്തിപരമായ പ്രതിസന്ധികളിൽ പോലും ജാനകിയമ്മ തനിക്ക് വലിയൊരു താങ്ങായി നിന്നിരുന്നുവെന്ന് സുജേഷ് ഓർക്കുന്നു. 2006 ചെന്നൈയിൽ വെച്ചാണ് സുജേഷ് ആദ്യമായി ജാനകിയമ്മയെ കാണുന്നത്. പിന്നീട് ആ ബന്ധം സുജേഷിന്റെ കുടുംബവുമായും ഏറെ ദൃഢമായി മാറുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി 2013 ജനുവരി 26 നടന്ന സുജേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഒറ്റപ്പാലത്തെത്തിയ ജാനകിയമ്മ 4 ദിവസത്തോളമാണ് സുജേഷിന്റെ വീട്ടിൽ താമസിച്ചത്. വീട്ടിലെ മറ്റംഗങ്ങളുമായും അവർക്ക് വലിയ ആത്മബന്ധമുണ്ടായിരുന്നു. പ്രിയപ്പെട്ട ജാനകിയമ്മയുടെ അപ്രതീക്ഷിത മരണവാർത്തയറിഞ്ഞ ഞെട്ടലിൽ സുജേഷ് മൈസൂരിലേക്ക് തിരിച്ചു. മായാത്ത ഒട്ടനവധി ഓർമ്മകളും വയനാട്ടിലേക്കുള്ള പൂർത്തിയാകാത്ത ആ വാക്കുകളും ബാക്കിയാക്കിയാണ് ജാനകിയമ്മ യാത്രയായത്. വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനിഹ വെഡിംഗ് സെന്റർ, ദ ഫാമിലി ഫാഷൻ ഡെസ്റ്റിനേഷൻ, ഒറ്റപ്പാലം ആൻഡ് വടക്കഞ്ചേരി.